ഇപ്പൊ മാധ്യമങ്ങൾ ഡേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി വ്യത്യാസം പറയുന്നു. ഞാൻ നാട്ടിലായിരുന്നു, ഞാൻ പരാതി കൊടുത്ത സമയത്ത് ദുബായിൽ ഇല്ലായിരുന്നു, നാട്ടിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ പാസ്പോർട്ട് ഞാൻ പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പരാതി കൊടുത്ത ഡേറ്റും അദ്ദേഹം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കൊടുത്ത ഡേറ്റ് തമ്മിൽ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇന്ന് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഞങ്ങളുടെ ഇൻകം സോഴ്സ് എന്താണ് എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഞങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് പോയത് നിവിൻ പോളിനെതിരെ പരാതി നൽകിയ യുവതിയുടെ വെളിപ്പെടുത്തലാണ്. ഇപ്പോൾ നിവിൻ പോളിനെതിരെ പീഡന പരാതി കൊടുക്കുമ്പോൾ ഈ യുവതി ഒരു ഡേറ്റ് പറഞ്ഞിരുന്നു. യുവതി പറഞ്ഞ ഡേറ്റിൽ നിവിൻ പോളി ദുബൈയിലല്ല, നാട്ടിൽ തന്നെ ഉണ്ട്, നാട്ടിൽ തന്നെയാണ് ഉള്ളതെന്നല്ല വ്യക്തമായിട്ടുള്ള തെളിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ യുവതി പറയുന്നത് അന്ന് പറഞ്ഞ ഡേറ്റ് ഉറക്കിൽ എഴുന്നേറ്റിട്ടുള്ള ഒരു രീതിയിൽ പറഞ്ഞത് മാറിപ്പോയത് എന്നാണ്. ഈ വിഷയം വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. കാരണം പൊതുസമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്നവരെ താറടിച്ച് കാണിക്കാൻ, വ്യക്തിഹത്യ ചെയ്യുവാൻ, ഏതെങ്കിലും രീതിയിലുള്ള സമ്പാദ്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടുമൊക്കെ വ്യാജ പരാതി കൊടുക്കുന്നവരെ നിയമം കർശനമായി ശിക്ഷിക്കേണ്ടത് തന്നെയാണ്. നിവിൻ പോളിനെതിരെ യുവതി ഇപ്പോൾ കൊടുത്ത പരാതി യുവതിക്ക് തന്നെ പൊല്ലാപ്പായി മാറിയിരിക്കുകയാണ്. ഒരു വ്യക്തിക്കെതിരെ പരാതിപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഈ പീഡന പരാതിയൊക്കെ ആ വ്യക്തിയിൽ മാത്രം അധിഷ്ഠമാകുന്ന പ്രശ്നമല്ല, ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുടുംബങ്ങളെ മൊത്തം നാണക്കേടിലാക്കുന്ന വസ്തുതയാണ്. ഒരു അഴിമതിക്കഥയോ അല്ലെങ്കിൽ ഒരു കൊലപാതകമോ മറ്റുള്ള അക്രമ കേസുകളൊക്കെ ആണെങ്കിൽ ആ വ്യക്തിയിൽ മാത്രമേ അധിഷ്ഠിതമാകൂ. നേരെ മറിച്ചിട്ടൊരു പെണ്ണ് കേസ്, ഒരു പീഡന കേസ് എന്ന് പറയുമ്പോൾ അതൊരു നാട്ടക്കേസാണ്. ആ നാട്ടക്കേസ് വഴി ആ വ്യക്തിയുടെ കുടുംബം, ഒന്നിക്കൽ ഭാര്യ ആകാം, അല്ലെങ്കിൽ മാതാപിതാക്കളാകാം, അല്ലെങ്കിൽ മക്കളാകാം, ഇതിന്റെ പേരിൽ സമൂഹത്തിൽ തല കുനിച്ച് നടത്തേണ്ട ഗതികേടാണ് വരുന്നത്. ഇങ്ങനെ ആർക്കെതിരെയും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നിയമം നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ള ഒരു ഇതാണ്, ഒരു മൗഢമായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് പലരും ഇത്തരം കള്ളപ്പരാതികളൊക്കെ പോകുന്നത്. ഇത്തരം പല കാര്യങ്ങളും പല വിഷയങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. സ്ത്രീകൾ എന്തു പറഞ്ഞാലും കണ്ണടച്ച് വിശ്വസിക്കണമെന്നുള്ള രീതിയിലേക്ക് പോകുന്ന ഈ നിയമമൊക്കെ മാറ്റി എഴുതപ്പെടേണ്ടത് തന്നെയാണ്.